പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഏപ്രിൽ മാസം 13 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ല. എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ടാണ് കർത്താവ് നടത്തി. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ തക്കണം കർത്താവ് നമുക്ക് മുഖാന്തരങ്ങളെ തുറന്നു തന്നിരിക്കുന്നത് ഓർക്കുമ്പോൾ ആമേൻ നന്ദിയോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം നടത്തിയതിന് ആദ്യമേ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രിയിൽ തന്ന നല്ല ഉറക്കത്തിനായിട്ട് കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ നമ്മളെ എഴുന്നേൽപ്പിച്ചതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തുയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം. കരങ്ങൾ ഉയർത്തി പറ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തുന്നത് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ മേലുള്ള ദൈവത്തിൻ്റെ കൃപയോർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുക 117 സങ്കീർത്തനത്തിൽ, സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പീൻ, സകല വംശങ്ങളുമായുള്ളവരെ കർത്താവിനെ പുകഴ്ത്തുവീൻ. നമ്മോടുള്ള കർത്താവിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പീൻ. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ കർത്താവിന് സ്തോത്രം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് ഒരുക്കി തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെയും ആവശ്യങ്ങൾ അങ്ങയുടെ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. എല്ലാ രോഗികളും ഈ പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗത്തിൻ്റെ അവസ്ഥകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവിക ആരോഗ്യത്തെ റിലീസ് ചെയ്യുന്നു, ദൈവിക സമാധാനത്തെ റിലീസ് ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക ആരോഗ്യത്തെ, സ്വസ്ഥതയെ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്നു. ആമേൻ. ഈ പ്രഭാതത്തിൽ തൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ആരോഗ്യമുള്ളവരായി തീരട്ടെ. പ്രത്യേകിച്ച് ക്യാൻസർ വന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രയനായ യേശുവിൻ നാമത്തിൽ അവരെ വിട്ടുപോകട്ടെ. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന കോംപ്ലിക്കേഷനുകൾ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി തൻ്റെ കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ആരോഗ്യവും ആയുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണം. അതുകൂടാതെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു. ശരീരത്തെ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നവർ ആമേൻ ആമേൻ ഇന്ന് പ്രഭാതത്തിൽ അത്ഭുത സൗഖ്യം നടക്കട്ടെ. എല്ലാ ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിപ്പോകുന്നതിനായി സ്തോത്രം. കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി അങ്ങയുടെ വഴിയിൽ സഞ്ചരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കർത്താവ് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കർത്താവിൻ്റെ കൃപയുണ്ടാകണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും സമാധാനവും ആമേൻ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് ഓർപ്പിക്കാനുള്ളത്, നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ 9:30 നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിശ്ചയമായിട്ടും നിങ്ങളതിൽ പങ്കെടുക്കണം. ആരും തന്നെ ഉപേക്ഷയായി വിചാരിക്കരുത്. മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് പറയുക, എന്നിട്ട് തക്ക സമയത്ത് വരിക കേട്ടോ. ശ്രദ്ധിച്ച്, ഇന്ന് ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-ാമത്തെ വാക്യം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. കർത്താവ് ഈ പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നു. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നു. ഈ ആയിരിക്കുന്ന സമയം ദൈവിക നന്മകൾ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുക. സൽപ്രവർത്തികൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. നമ്മൾ അപ്പൻ്റെ സ്വഭാവം വെളിപ്പെടുത്തണമെന്ന് ഇന്നലെ പറഞ്ഞു, പ്രിയ മക്കൾ എന്ന പോലെ. അപ്പം ഈ ഭൂമിയിൽ നമ്മൾ നന്മ ചെയ്യുമ്പോൾ
അത് നമ്മൾ പിതാവിൻ്റെ സ്വഭാവമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പം നന്മ ചെയ്യുന്നത് ആമേൻ, അത് പരിശുദ്ധാത്മാവ് നമ്മളെ ഈ പ്രഭാതത്തിൽ വീണ്ടും എൻകറേജ് ചെയ്യുകയാണ്. പൗലോസ് അപ്പോസ്തലനിലൂടെ എൻകറേജ് ചെയ്യുന്നു. എന്താണ്? ആമേൻ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നവരായിരിക്കണം. ആമേൻ. നന്മ ചെയ്യുന്നതിൽ എന്തുണ്ടാകരുത്? നിരാശപ്പെട്ടു പോകൽ. ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ആ സഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ നിരാശകൾ വന്നു കാണും. നന്മ ചെയ്തതിൻ്റെ പേരിൽ അവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുത്തു. അതിൻ്റെ പേരിൽ അവരൊരു പക്ഷേ ചിലപ്പം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടാകാം, ചിലപ്പം നിരാശകൾ വന്നു കാണും. എന്നാൽ പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. ആമേൻ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർപ്പിക്കുന്നു. ആമേൻ, ആമേൻ. അവരോട് പറയുക, നിങ്ങൾ ധൈര്യമായിട്ട് നന്മ ചെയ്തു, കാരണം തക്ക സമയത്ത് നിങ്ങൾക്കൊരു കൊയ്ത്തുണ്ടാകും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തക്ക സമയത്ത് ഒരു കൊയ്ത്തുണ്ടാകും. എപ്പോഴും നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആമേൻ. എപ്പോഴും അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരണമെന്നില്ല. നന്മ ചെയ്യുക എന്ന് പറയുന്നത് വേഗത്തിൽ, എപ്പോഴും നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. രണ്ട്, അതിൻ്റെ റിസൾട്ട് അത് വേഗത്തിൽ വരണമെന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്, ദൈവം വിശ്വസ്തനാണെന്നും ആമേൻ, നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലമുണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് നിരന്തരമായി നന്മ ചെയ്തുകൊണ്ടിരിക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ നിരന്തരം സഹായിക്കുന്നു. ബട്ട് ആ വ്യക്തി അതിനെ കാര്യമായി ഗമനിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ നന്മ വന്നു, അതിനുശേഷവും അവർ നമ്മൾ ചെയ്ത നന്മയെക്കുറിച്ച് അവർ ഓർക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് അവർ അപ്രീഷിയേറ്റ് ചെയ്യാൻ വരുന്നില്ല, അല്ലെങ്കിൽ അത് അവർക്ക് വലിയ സന്തോഷമായിട്ട് തോന്നുന്നില്ല. ഇത് നമ്മളെ ചിലപ്പം വേദനിപ്പിക്കും. നമ്മൾ ചിന്തിക്കും, നന്മ ചെയ്തിട്ട് എന്നാ കാര്യം, നമ്മൾ നന്മ ചെയ്തിട്ട് ഇവരെ പ്രത്യേകിച്ച് നമുക്ക് ഗുണമൊന്നും ചെയ്യുന്നില്ല, ഒരു താങ്ക് യു പറയുന്നില്ല, നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ദൂത് ഇതാണ്. അവൻ നന്മ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യരുത്, മടുത്തു പോകണം, ധൈര്യമായിട്ട് ചെയ്തോ. അവൻ കർത്താവ് പറഞ്ഞു നിങ്ങൾ ചെയ്തോളാൻ. അവൻ തക്ക സമയത്ത് കൊയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പക്ഷേ ഒരു വ്യക്തിക്ക് ചെയ്യുന്ന നന്മ അവരിൽ നിന്നായിരിക്കത്തില്ല നമുക്കൊരു ഹാർവെസ്റ്റ് ഉണ്ടാകും. ദൈവം ആ ഹാർവെസ്റ്റ് തരുന്നത് വേറെ ഒരു വിധത്തിലാണ്. ഹാർവെസ്റ്റ് തരുന്നത് മറ്റെവിടുന്നെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് കൊയ്ത്തുണ്ടാകുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ചെയ്യുന്ന ഉപകാരം അവരിൽ നിന്നായിരിക്കണമെന്നോ അവരുടെ മക്കളിൽ നിന്നാകണമെന്നോ അവരുടെ കുടുംബാംഗങ്ങളിലാകണമെന്നോ ഇല്ല. നമുക്ക് ലഭിക്കുന്നത് മറ്റെവിടുന്നെങ്കിലുമൊക്കെ ആകാം. അതുകൊണ്ട് ധൈര്യമായിട്ട് നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. ആമേൻ, ആമേൻ. നിശ്ചയമായിട്ടും നന്മ ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പ്രഭാതത്തിൽ ഈ ദൂത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ആമേൻ, ആമേൻ. നമുക്ക് കരങ്ങൾ ഉയർത്തി പറയാൻ, നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽ തീരത്തിലെ മണൽത്തരി പോലെ വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കാണുന്ന ഒരു കാര്യം പറയാം. നമ്മൾ നന്മ ചെയ്തതൊക്കെ അവസാനമൊക്കെ നമുക്ക് തിന്മയായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ വിചാരിക്കും, ഈ വ്യക്തിക്ക് ആ നന്മ ചെയ്തതാണല്ലോ ഈ ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണമെന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ മടുത്തു പോയാൽ നമുക്ക് ആർക്കും നന്മ ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായാൽ പോലും ദൈവം വിശ്വസ്തനാണ്. തക്ക സമയത്ത് ഹാർവെസ്റ്റ് തരുവാൻ ദൈവം മതിയായവരാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.